ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വന്നേക്കണം. ഈ ഫുട്ബോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ ബാക്കിന്റെ കോമ്പോസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഈ ഫുട്ബോളിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് ടൈപ്പുള്ള സെൻട്രൽ ബാക്കിന്റെ കോമ്പോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമ്പോ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ ടാറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പലരും പല ടൈപ്പിലുള്ള സെൻട്രൽ ബാക്കിന്റെ കോമ്പോസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഫോർമേഷൻ, ചിലപ്പോൾ 3 സെൻട്രൽ ബാക്കുള്ള ഫോർമേഷൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പല ടൈപ്പിലുണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെയും കളിശൈലിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിൽ പല രീതിക്ക് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ 3 കോമ്പോസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന നമ്മുടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ഈ ഫുട്ബോൾ യൂസ് ചെയ്യുന്ന കോമ്പോ ആയിട്ടുള്ള നമ്മുടെ ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ തന്നെയാണ്. കാരണം ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൻസും അതുപോലെ തന്നെ അത്യാവശ്യം ബോൾ വിന്നിങ്ങും എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബിൽഡപ്പും ഒരു ഡിസ്ട്രോയറിനും ഈ ഒരു കോംബോ വരുന്നത്. ഓക്കെ, അതുപോലെ അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് ഇടുമ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നിങ്ങളിപ്പോ ഒരു ബിൽഡപ്പും ഒരു ഡിസ്ട്രോയും കളിപ്പിക്കുമ്പോൾ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ മെയിൻലി എന്താണ് ഒരുപാട് പ്രസ് ചെയ്യുന്ന, ഒരുപാട് പ്രസ് ചെയ്ത് കളിക്കുന്ന യൂസേഴ്സ് ആണ് നിങ്ങൾ മാക്സിമം ഈ ഒരു കോംബോ ഒഴിവാക്കുക. കാരണം ഒരുപാട് പ്രസ് ചെയ്ത് കളിക്കുന്ന യൂസേഴ്സിന് ഒരിക്കലും പറ്റാത്തൊരു ഫോർമേഷൻ ആണ് ഈ ഒരു ബിൽഡപ്പും ഡിസ്ട്രോയറും. കാരണം നമ്മുടെ ഈ ഒരു ബിൽഡപ്പിന്റെ ഒരു കളിശൈലി വരുന്നത് മാക്സിമം താഴെ മീൻസ് ആ ഒരു ബോക്സിന്റെ ആ ഒരു ഡിഫൻസീവ് ഏരിയയിലായിരിക്കും ഈ ഒരു പുള്ളി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ ഒരു നമ്മുടെ ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റ് ആണ്. അവര് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു ഡിസ്ട്രോയ് ചെയ്യുന്നത്. കാരണം അത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറി പോകുന്ന പ്ലേയേഴ്സ് ആണ്. അതായത് കുറച്ച് അഗ്രസീവ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് നമ്മൾ അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പൊട്ടാനും നമ്മുടെ ഓപ്പോണന്റിന് സിമ്പിൾ ആയിട്ട് ഒരു കൗണ്ടർ ടാർഗറ്റിലൂടെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഗോൾ സ്കോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു കോംബോ യൂസ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യാതെ കുറച്ച് നമ്മുടെ പ്ലെയറിനെ കുറച്ച് മാനുവലി നമുക്ക് കുറച്ച് പുറകിലോട്ട് വലിച്ചു പിടിച്ചിട്ട് കളിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഡിഫൻസ് നാളെയൊക്കെ കീപ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചാണ് ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ബിൽഡപ്പിന് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫിസിക്കലും പിന്നെ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു ബിൽഡപ്പിന് യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വാൻഡിക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്ട്രോയർ സിബിനെ എപ്പോഴും ഒരു സ്പീഡി സിബിനെ തന്നെ യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലുള്ള സിബി നല്ല രീതിക്ക് അഗ്രസീവ് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേസ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പൊ ഈ ഒരു ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു സിബിനെ ബാക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓപ്പോണന്റിന്റെ ഏതൊരു പ്ലെയർ ആണെങ്കിലും അതിനെ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ബോൾ ഇന്റർസെപ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു ഡിസ്ട്രോയറിന് അത്യാവശ്യം സ്പീഡുള്ള സിബിനെ തന്നെ കളിപ്പിക്കാൻ നോക്കാം. പിന്നെ അത്യാവശ്യം പാസിംഗ് എബിലിറ്റീസ് ഒക്കെ ഉള്ള സിബിനെ ട്രൈ ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ബോൾ വിൻ കിട്ടി, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ലോങ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ സ്ട്രൈക്കറിന് കിട്ടിയിട്ട് കൊണ്ടുപോയി ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഡിസ്റ്റോർ സിബിനെ ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒരു ബിൽഡപ്പിന് വെച്ചിട്ട് മാക്സിമം മാച്ചപ്പ് ആയിട്ട് കളിക്കാൻ നോക്കട്ടെ. ഈ ബിൽഡപ്പ് നിങ്ങൾ അധികം പ്രസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ഡിസ്റ്റോർ പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ടായും കയറി നിൽക്കുക പ്ലെയിൻ സ്റ്റൈൽ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ ബിൽഡപ്പിനെയും കൂടെ പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഡിഫൻസ് പൊട്ടി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഓപ്പോണ്ട് നല്ല ഗോള് നിങ്ങൾക്ക് എതിരെ അടിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതെല്ലാം ഈ ഒരു കോംബോ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡപ്പ് പ്ലസ് ബിൽഡപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡിഫൻസീവ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. കാരണം രണ്ട് ബിൽഡപ്പ് നിങ്ങൾ കളിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഡിഫൻസ് ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഡിവിഷൻ മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ബിൽഡപ്പ് പ്ലസ് ബിൽഡപ്പ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ടാറ്റിക്സും കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ ഈ ബിൽഡപ്പ് മെയിൻലി ബാക്കിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഡിഫൻസും കാര്യമില്ല. അതായത് ഓപ്പോണന്റിന് ഒരിക്കലും ഒരു കൗണ്ടർ ടാർഗറ്റ് നമ്മളെ പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മെയിൻലി അവര് നമ്മുടെ സെൻട്രൽ ബാക്കിൽ മിക്കപ്പോൾ നമ്മുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓപ്പോണന്റിന്റെ കൗണ്ടർ ടാർഗറ്റിംഗ് ആളൊക്കെ സിമ്പിൾ ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു കോംബോ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ബെനിഫിറ്റ്. അപ്പൊ നിങ്ങൾ ഡിവിഷൻ മാച്ച് കളിക്കുന്ന യൂസേഴ്സ് മെയിൻലി ഈ ഒരു കോംബോ യൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഈ ഒരു കോംബോ ഇടുമ്പോൾ, അതായത് നിങ്ങൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് വേണം കളിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ബിൽഡപ്പ് മെയിൻലി ബാക്കിലോട്ട് നിന്നിട്ടായും കളിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് ആ ഒരു ബോളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക. കാരണം എന്നാൽ മാത്രം നിങ്ങൾക്ക് അത്യാവശ്യം ബോൾ വിന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ത്രൂ പാസിംഗ് കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രൈക്കേഴ്സുകളെ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് വേണം കളിക്കണം ഈ ഒരു ബിൽഡപ്പിന്റെ കോംബോ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഹെഡിങ് അബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ ബിൽഡപ്പ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ അത്യാവശ്യം ഫിസിക്കലി സ്ട്രോങ് ആയ പ്ലേയേഴ്സിന് ഇടുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് നമ്മുടെ പ്രസ്
പ്രസ്സിങ്ങിന് വലിയ രീതിക്ക് ഒട്ടും സെറ്റപ്പ് ഇല്ല. കാരണം നല്ല രീതിക്ക് ഡിഫൻസ് ഒക്കെ പൊട്ടും നമ്മൾ അധികം പ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മാച്ചപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഓപ്പോണന്റ് എങ്ങടാണ് അടുത്ത ആൾക്ക് പാസ് കൊടുക്കാൻ പോകുന്ന ഒരു പ്രഡിക്ഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാച്ചപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബോക്സിന്റെ അകത്തേക്ക് എങ്ങാനും ഓപ്പോണന്റ് കൗണ്ടർ അതിലേക്ക് കയറുകയാണെങ്കിൽ മാക്സിമം ക്ലിയർ ചെയ്ത് അവോയ്ഡ് ചെയ്യുക. പക്ഷെ ഈ ഒരു നമ്മുടെ കോമ്പോയിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങളുടെ ഓപ്പോണന്റിന്റെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ലോങ് റേഞ്ച് അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്നൈഡർ അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോക്സിന്റെ വെളിയിൽ വന്നിട്ട് നല്ലൊരു സ്റ്റണ്ടിങ് കൊടുക്കുകയാണെങ്കിൽ അത് ഗോളാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ബിൽഡപ്പ് പ്ലേയേഴ്സിനെ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്ട്രോയർ പ്ലേയേഴ്സിനെ പോലെ അങ്ങനെ അഗ്രസീവ് ആയിട്ട് ചെന്ന് ബോൾ വിൻ ചെയ്തെടുക്കത്തില്ല. അപ്പൊ നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഈ ബിൽഡപ്പുകളെ കുറച്ച് പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറ്റുക. എന്നിട്ട് ആ ഒരു ഓപ്പോണിന്റെ ആ ഒരു ബോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പെട്ടെന്ന് മാച്ചപ്പ് പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു അറ്റംപ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ഗെയിമിൽ തന്നെ ഒരുപാട് നല്ല ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വാൻഡിക്ക് നല്ലൊരു ബിൽഡപ്പ് ഓപ്ഷൻ ആണ്. പിന്നെ ഡിലേറ്റ് നല്ലൊരു ഓപ്ഷൻ ആണ്. ഡിലേറ്റിന്റെ ഒരുപാട് ഒരു ഫ്രീ കാർഡ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിക്ക് ഗെയിമിൽ ഇമ്പാക്ട് തരുന്ന ഒരു ബിൽഡപ്പ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ വെക്കം ബോർ, സോ ഇവരൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പ്ലേയിങ് സ്റ്റൈൽ ആണ്. അപ്പൊ ഈ ഞാൻ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഡിഫൻസീവ് ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ നമ്മുടെ ഈ ഒരു കോസ്റ്റ കുട്ട കുണ്ടേ പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഇത് നമ്മൾ സെന്റർ ബാക്കിൽ കളിപ്പിക്കുമ്പോൾ അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ അവിടെ ട്രിഗർ ആവത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഞാൻ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ഞാൻ പ്ലേയിങ് സ്റ്റൈലിന്റെ മെയിൻ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില ടൈമിൽ ബിൽഡപ്പ് ആയിട്ടും കളിക്കും, ചില ടൈമിൽ അവർ ഡിസ്റ്റോർ ആയിട്ടും കളിക്കും. ഇവരുടെ കളി നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോംബോ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു നോൺ പ്ലേയിങ് സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം ബിൽഡപ്പിനെ യൂസ് ചെയ്തിട്ട് കളിപ്പിക്കാൻ നോക്കുക. ഒരിക്കലും ഡിസ്റ്റോറിനെ കളിപ്പിക്കേണ്ട, അത് അത്ര നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡിഫൻസും കളിയും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ബിൽഡപ്പിനെ യൂസ് ചെയ്തിട്ട് കളിപ്പിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണ്, ഈ വേറെയും കുറെ നല്ല കോമ്പോസ് ഞങ്ങളിലേക്ക് ഉണ്ട്. ഇപ്പൊ ചില യൂസേഴ്സ് ഡിഫൻസീവിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് സെന്റർ ബാക്ക് കളിക്കുന്ന ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വിയേറ അങ്ങനത്തെ പോലെ പ്ലേയേഴ്സ് ഒക്കെ ഡിഫൻസീവ് കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അങ്ങനത്തെ പ്ലേയേഴ്സിനെ പിടിച്ചിട്ട് സി ബി കളിക്കുന്ന ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓരോരുത്തരുടെയും ടാറ്റിക്സും ഗെയിം പ്ലേക്ക് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കോംബോ ആയിരിക്കില്ല വേറെ ആൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കോംബോ ഇപ്പൊ വേറെ ആൾ പിടിച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നിങ്ങളുടെ അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല. അത് ഓരോരുത്തരുടെയും കളി ശൈലിയും കാണൊക്കെ വെച്ച് വളരെയധികം ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഗെയിമിൽ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് സെന്റർ ബാക്ക് കോംബോ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഒരു കോംബോ ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഏതാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഫോർമേഷൻസും പിന്നെ നമ്മുടെ ടാറ്റിക്സ് ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ലോങ് ബോൾ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അധികം അവർ മെയിൻലി ഡിഫൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബിൽഡപ്പും ഒരു ഡിസ്റ്റോർ ഇടുകയാണെങ്കിൽ വലിയ രീതിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അതല്ല, നിങ്ങൾ ക്വിക്ക് കൗണ്ടറിലാണ് ഈ ഒരു ബിൽഡപ്പും ഡിസ്റ്റോർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫൻസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് മാനുവലി കൺട്രോൾ ചെയ്തിട്ട് വേണം ഡിഫൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോംബോ ആണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.